حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൻ്റെ 21-ാമത്തെ ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരാമർശിക്കുന്ന ഭാഗമാണ് ആമുഖമായി ഞാൻ ഓതിവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തോട് മുഴുവൻ വളരെ വ്യക്തമായും കണിശമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കണം എന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹ്, നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്തുൻ ഹസന, മികച്ച ഒരു മാതൃക, റോൾ മോഡൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, ആർക്കാണത് കണ്ടെത്താൻ കഴിയുക? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന
വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അങ്ങേയറ്റത്തെ മനോഹരമായ മാതൃക അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ലഖദ് എന്നാണ് ആയത്ത് ആരംഭിക്കുന്നത്. തൗഖീദിൻ്റെ ലാമു കൊണ്ടാണ് അള്ളാഹ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അത്യധികം ഉറപ്പുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് ലാം ഉപയോഗിച്ചത്. ലഖദ് എന്ന് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിയെ പറ്റി ഉറപ്പോടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്കെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യർക്കെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അപാരമായ മാതൃകയുണ്ട്, റോൾ മോഡലുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ സാധിക്കാൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമുൽ ആഖിറ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും ഈമാൻ കൊണ്ടവർക്കും വദക്കറല്ലാഹ കസീറ, പടച്ചവനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവർക്കും അത് കണ്ടെത്താൻ കഴിയും. അവർക്കാണ് ആ റോൾ മോഡലിന് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ആ റോൾ മോഡലിനെ കാര്യമായിട്ട് തിരിയൂല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ സാധിക്കുക ഈമാൻ ഹൃദയത്തിലുള്ള ആളുകൾക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? ഉസ്വത്തുൻ ഹസന, അങ്ങേയറ്റത്തെ നന്മയുള്ള മാതൃകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് മനസ്സിലാവുക. ഇത് ലോകത്തിനോട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ലോകവുമായി സംവദിക്കേണ്ട ഒരു കാര്യമാണിത്. മുസ്ലിമായ നമ്മൾക്ക് ഓരോരുത്തർക്കും ലോകത്തെ ഏറ്റവും നല്ല മാതൃക എന്ന് പറഞ്ഞാൽ, ലോകത്തെ ഏറ്റവും വിശുദ്ധമായ ജീവിതം എന്ന് പറഞ്ഞാൽ, ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള സന്മാർഗിക ദർശനം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയും ലോകവുമായി സംവദിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ആ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടോ? നമ്മൾ ആ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിയെപ്പറ്റി അപാരമായ വിമർശനങ്ങളും നിന്ദതകളും ലോകത്ത് പരക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കേരളത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ ടാർഗറ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ദുർവ്യാഖ്യാനിച്ചിട്ട് പ്രവാചകന് മേൽ പച്ചക്കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്ന, മനുഷ്യർക്ക് മുമ്പിൽ ഒരു മോശപ്പെട്ട മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ലോകത്തിനോട് ഉസ്വത്തുൻ ഹസന ഏതാണെന്ന് പറയുന്നില്ല. നമുക്ക് റസൂലുള്ളാഹിക്കെതിരെയുള്ള വിമർശനങ്ങൾ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടോ? ഒന്ന്, പുതിയ കാലഘട്ടത്തിൻ്റെ, ആധുനിക കാലഘട്ടത്തിൻ്റെ ചിന്തകളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് യോജിക്കാത്ത ചില രംഗങ്ങൾ കാണും. അങ്ങനെ ആ വിഷയത്തിൽ, ആ മേഖലയിൽ മാത്രം നബിയോട് വിയോജിപ്പുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം വിവാഹം കഴിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിന് 11-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ സമയം 9 ഭാര്യമാർ പ്രവാചകനോടൊപ്പം ജീവിച്ചിരുന്നു. ഇന്ന് ഒന്നിലധികം ഭാര്യമാരുള്ള 4 ഭാര്യമാരാണ് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ നിജപ്പെടുത്തിയത്. 4 ഭാര്യയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപിൽ റോൾ മോഡലാണോ അല്ലയോ? നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ 11 വിവാഹം കഴിച്ച ആൾ, 9 ഭാര്യമാരുമായി ജീവിച്ച ആൾ എന്ന് പറയുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ ഒരു സാമൂഹികാന്തരീക്ഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് എങ്ങനെയായിരിക്കും അവൻ വീക്ഷിക്കുക? സ്വാഭാവികം, നമുക്കറിയാം ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് ശരിയല്ല, ഏക പത്നീവ്രതമായി ജീവിക്കുന്നതാണ് ശരിയായ രീതി എന്ന് വിശ്വസിക്കാൻ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൊസൈറ്റിൻ്റെ ചിന്ത മാറുമ്പോൾ നമ്മളെ ചിന്തയും മാറും, അത്രേ ഉള്ളൂ. ഒരു 10, 50, 30 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യ മാത്രമായി ജീവിക്കുക എന്നത് വളരെ മാന്യതയാണ്, ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക എന്നത് വളരെ മോശമാണ് എന്ന് സൊസൈറ്റി ചിന്തിച്ചിരുന്നില്ല, സമൂഹം ചിന്തിച്ചിരുന്നില്ല. ഈ കേരളത്തിൽ പോലും ഉണ്ടോ? കേരളത്തിൽ പോലും ഉണ്ടോ? പുതിയ കാലഘട്ടത്തിൽ ആ ചിന്ത വന്നു. അപ്പോൾ സമൂഹം ആ ചിന്തക്കനുസരിച്ച് രൂപപ്പെട്ടു. അപ്പോൾ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ അത് മാന്യതയായി, മറ്റേത് പിന്നെ മോശപ്പെട്ട ഒരു പിന്തിരിപ്പൻ പിന്നെ നിലപാടായി മാറി. അത്രയുള്ളൂ.
സാമൂഹികമായിട്ടുള്ള വീക്ഷണം എന്ന് പറഞ്ഞാൽ സമൂഹം മാറുമ്പോൾ അതിൻ്റെ ചിന്ത മാറുമ്പോൾ വ്യക്തികളുടെ ഒരു ചിന്തയും മാറും. ഒരു 50 വർഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക, പുരോഗമിച്ച സമൂഹത്തിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക എന്നത് മോശമായി തോന്നി. അതുകൊണ്ട് അത് മോശമാണോ? ഈ വിഷയത്തിന്റെ പേരിൽ റസൂലുള്ളയെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഈ വിഷയത്തിന്റെ പേരിൽ ആ വിമർശനങ്ങളിൽ ജെന്യൂനായ വിമർശനം ഉണ്ട് കേട്ടോ. എല്ലാ വിമർശനം നബിനിന്ദല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ട്. അവരാണ് ഞാൻ പറഞ്ഞത്. അവരെന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നത് ഈ ആധുനിക നൂറ്റാണ്ടിൽ ഒരു ഏകപത്നി വ്രത സമ്പ്രദായം സമൂഹത്തിന്റെ മാന്യതയുടെ ലക്ഷണമായി സ്വീകരിച്ച ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ട് 14 നൂറ്റാണ്ടും 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു സാമൂഹിക ക്രമത്തിൽ നടന്ന ഒരു കാര്യത്തെ പുതിയ സാമൂഹിക ക്രമത്തിൽ കൊണ്ടുപോയി നോക്കിക്കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അബദ്ധാണിത്. ഒരു അബദ്ധാണിത്. ആ കാലഘട്ടം വെച്ചാണ് നമ്മൾ അളക്കേണ്ടത്. ആ കാലഘട്ടം വെച്ച് നിങ്ങൾ ആലോചിക്കുക, ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക എന്നത് മോശപ്പെട്ട കാര്യമാണെങ്കിൽ ലോകത്തെ മഹാന്മാരെന്നറിയപ്പെടുന്ന മുഴുവൻ റോൾ മോഡൽസിനെയും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. കാരണം എന്താണ്? ഇത് പുതിയ കാലഘട്ടത്തിന്റെ ചിന്തയാണിത്. പുതിയ കാലഘട്ടത്തിന്റെ ഒരു ചിന്തയാണ് ഒരു ഭാര്യയെ ഉണ്ടാകാവൂ, അതാണ് ശരി, മാന്യത എന്നുള്ളത്. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം നമ്മൾ ഇപ്പൊ സംസാരിക്കേണ്ടതില്ല. ആരാണത് ഉണ്ടാക്കുന്നത്? അതുണ്ടാക്കുന്നവരോട് ഒരു ഭാര്യയും 10 വെപ്പാട്ടിയും എന്ന സങ്കല്പത്തെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു നോക്കും. അവർക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. ഭാര്യ ഒന്നേ പാടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണുമായി രമിക്കാനും രസിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നേ പാടുള്ളൂ. അതാണ് ഈ മഹത്തരമായ ദർശനത്തിന്റെ പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റേതെന്താണ്? മറ്റൊരു പെണ്ണിനെ തൊടണോ, നിക്കാഹ് കഴിക്കണം, ഭാര്യയാകി സ്വീകരിക്കണം, ഭാര്യയോട് പുലർത്തേണ്ട സകല ബാധ്യതകളും പുലർത്തണം, അവളുടെ മക്കളെ നോക്കണം, അവളുടെ ജീവിതം നോക്കണം. അങ്ങനെ സകല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് 1, 2, 3, 4 വിവാഹം കഴിക്കാമെന്ന സങ്കല്പവും നിങ്ങൾക്ക് ഒരു ഭാര്യയെ പാടുള്ളൂ. ബാക്കി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് വരാൻ പാടില്ല, മറിച്ച് വേശ്യയായിട്ടോ നിങ്ങൾ ടിപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് മുമ്പിൽ കിടന്നു തരുന്നവളായിട്ടോ ഉള്ള പെണ്ണാകാം, കാമുകിയാകാം. അതല്ലാതെ ഭാര്യയായ സങ്കല്പത്തെ പിന്നെ ആധുനികമായി കാണാത്ത സൊസൈറ്റി. അതാണ് അതിന്റെ പിന്നാമ്പുറം എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നത് ഇതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ വിലയിരുത്താണ്. റസൂലുള്ള ഒന്നിലധികം വിവാഹം കഴിച്ചു, അത് മോശമാണ് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ നബി നിന്ദകനാകണം എന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റസൂലിന്റെ ജീവിതത്തെ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിന്റെ ആ പരിസരങ്ങളിൽ നിന്ന് പഠിക്കുകയും ആ പരിസരത്തെ മനസ്സിലാക്കുകയും അവിടുത്തെ സാമൂഹിക സ്ഥിതിവിശേഷങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് ആ ഘട്ടത്തിലെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് മോശമാണോ നന്മാണോ എന്ന് വിലയിരുത്തിയിട്ട് വേണം റസൂലുള്ളാഹി വിലയിരുത്താൻ. ഇത് ഒരു വിഷയമാണ്. ഇതൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആ ആളുകൾ വിമർശനം ഉന്നയിക്കും. അവിടെ നമ്മൾ പ്രതിരോധിക്കുന്നുണ്ടോ? ഉസ്വത്തുൽ ഹസനയാണ്, അള്ളാന്റെ റസൂൽ ഉസ്വത്തുൽ ഹസനയാണ് എന്ന് നമ്മൾ അവിടെ പ്രതിരോധിക്കുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലതും പൂഴ്ത്തി വെക്കാനാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ എവിടെയെങ്കിലും ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചത് 6 വയസ്സുള്ളപ്പോഴാണ് എന്ന് നമ്മൾ പരമാവധി ബോധപൂർവം പറയാതിരിക്കാനാണ് നോക്കുക. 9 വയസ്സുള്ളപ്പോഴാണ് ആയിഷ ബീവിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് റസൂലുള്ളാഹിക്ക് 50 വയസ്സാണ്, ആയിഷ ബീവിക്ക് 9 വയസ്സാണ്. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ഇതിനെപ്പറ്റി വെറീഡാവേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകത്ത് സാധാരണ നടന്നിരുന്നൊരു കാര്യമാണിത്. സാധാരണ നടന്നിരുന്നൊരു കാര്യമാണ്. ഇന്ന് ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയെ അവളെ വാപ്പ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടാറുണ്ടോ? നമ്മൾ ഞെട്ടാറില്ല. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവളെ വാപ്പയും ഉമ്മയും കുടുംബക്കാരും ചേർന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടാറില്ല. കാരണം എന്താ? ഈ സൊസൈറ്റിൻ്റെ ഒരു വിവാഹപ്രായ കണക്കതാണ്. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞപ്പോൾ വിവാഹപ്രായം എന്ന് പറയുന്നത് ഒരു 30 വയസ്സായി രാജ്യം നിലനിർത്തി എന്ന് വിചാരിക്കുക, അങ്ങനെ മാറി എന്ന് വിചാരിക്കുക. അന്ന് 18 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ നമ്മൾ ഞെട്ടും. നമ്മളെ ഞെട്ടൽ സാന്ദർഭികമാണ്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ലോകം റസൂലുള്ളാഹിയുടെ ജീവിതത്തെ നോക്കിയിട്ട് ഞെട്ടുന്നുണ്ടെങ്കിൽ അവന് ചരിത്രം പഠിക്കാൻ അറിയില്ല. അങ്ങനെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് തന്നെ
12 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച ആളാണ്. എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയാൻ മടിക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നടപടി പിന്നെ സ്വാഗതം ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ മോശമായ ഒരു കാര്യമായി ചിന്തിക്കാത്ത വിഷയമാണത്. ഓരോ സൊസൈറ്റിൻ്റെയും കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒന്നും പറയാനില്ല ലോകത്തിന്. റസൂലുള്ളാഹിയുടെ ജീവിതം ഉസ്വത്തുൻ ഹസനയാണ്. ആ ജീവിതത്തെ അങ്ങനെ തന്നെ അഭിമാനപൂർവ്വം നമ്മൾ സൊസൈറ്റിയെ പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് മനുഷ്യന്മാർക്ക് റോൾ മോഡൽ വേണോ? അത് റസൂലുള്ളാഹിയേ ഉള്ളോ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സകല നബി വിമർശനങ്ങളെയും നമ്മൾ മറികടക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒന്നാമത്തെ വിമർശകരുണ്ട്, അവർ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നവരാണ്. അവർക്ക് റസൂലുള്ളാഹിയോട് എല്ലാ രംഗത്തും വിയോജിപ്പില്ല. ചില രംഗത്തെ വിയോജിപ്പുള്ളൂ, അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ചരിത്രം പഠിക്കാൻ അവരുപയോഗിക്കുന്ന അളവുകോലിന്റെ അബദ്ധമാണത്, അതല്ലാതെ റസൂലുള്ളാഹിന്റെ പ്രശ്നമല്ല. ഇനി രണ്ടാമത്തെ ഒരു വിമർശകർ, ഞാൻ സോഷ്യൽ മീഡിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ പേരിൽ ഈ നബി വിമർശകന്മാർ അടിച്ചുവിടുന്ന പ്രചരിപ്പിക്കുന്ന ഒരു ഒരു ഹദീസിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതുപോലെ അവരെഴുതിയതുപോലെ എന്താ, മുഹമ്മദ് നബിയുടെ മദ്യപാനത്തെക്കുറിച്ച് ജാബിർ ബിൻ അബ്ദുള്ള റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ ബിൻ അബ്ദുള്ള ആണ് അത്, പിന്നെ ജാബിർ ബിൻ എന്നാണ് അവരെഴുതുന്നത്. അള്ളാഹുവിൻ്റെ ദൂതന് സമാധാനമുണ്ടാകട്ടെ കൂടെ ആയിരുന്നപ്പോൾ, സഹാബികളുടെ കൂടെ ആയിരുന്നപ്പോൾ നബി അല്പം മദ്യം ആവശ്യപ്പെട്ടു. നബി വിമർശനാണ്. റസൂൽ എന്ത് ചെയ്തു? മദ്യം ആവശ്യപ്പെട്ടു. ഇത് കേട്ട അനുചരന്മാരിൽ ഒരാൾ ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ അങ്ങേക്ക് മദ്യം നൽകാൻ പാടുണ്ടോ? തിരുമേനി പറഞ്ഞു, ഉവ്വ്. അയാൾ മദ്യം അന്വേഷിച്ചു പുറത്തേക്ക് പോയി. ഒരു കോപ്പ മദ്യവുമായി തിരികെ വന്നു. മുഹമ്മദ് നബി പറഞ്ഞു, നീ മരച്ചില്ല കുത്തനെ പിടിച്ചുകൊണ്ട് മദ്യം മറച്ചിരുന്നോ? അവൻ പറഞ്ഞു, ഉവ്വ്. അപ്പോൾ നബി അത് പാനം ചെയ്തു. സ്വഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 3753. ഇതാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നബി വിമർശനത്തിന്റെ ഭാഗമായിട്ട്. സ്വഹീഹ് മുസ്ലിമും കൊടുത്തിട്ടുണ്ട്, 3753 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ആളുകൾ റസൂലുള്ളാഹിയെ പറ്റി ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടോ? അള്ളാഹിന്റെ റസൂൽ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യം കൊണ്ട് സഹാബികൾ കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിത്രങ്ങൾ ഉണ്ടാക്കി. ഇതൊരു നബി വിമർശനാണ്. ഇനി അതിന്റെ ഞാൻ ഇമാം മുസ്ലിം അൻ ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഒറിജിനൽ ഹദീസ് ടെക്സ്റ്റ് വായിച്ചുതരാം. ഈ ട്രാൻസ്ലേഷന്റെ ഒറിജിനൽ ഹദീസ് ആരാ? ഇമാം മുസ്ലിം ഉദ്ധരിച്ചാണ്, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചാണ്. കുന്ന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഫസ്തസ്ഖാ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാഹജലത്തിന് ചോദിച്ചു. റസൂലുള്ളാഹിക്ക് ദാഹം വന്നു, വെള്ളം ചോദിച്ചു. ഫഖാല റജുൽ, അപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ നസ്ഖീക നബീദൻ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ താങ്കൾക്ക് നബീദ് കൊണ്ടുതരട്ടെ എന്ന് വെച്ചു. റസൂലുള്ളാഹി വെള്ളം ചോദിച്ചു ദാഹിച്ചപ്പോൾ. അപ്പൊ സഹാബികളിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, ഞങ്ങൾ നബീദ് കൊണ്ടുതരട്ടെ എന്ന് വെച്ചു. നബീദ് എന്ന് പറഞ്ഞാൽ എന്താ? നബീദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴവും മറ്റു ചില പഴങ്ങളും ചേർത്ത് പിന്നെ കുഴച്ചുണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസാണ് നബീദ് എന്ന് പറഞ്ഞാൽ. അതിനെ പിന്നെ ഒന്നുകൂടി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് മദ്യം ഉണ്ടാക്കുക. നമ്മുടെ കൂടുതൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ആവണമെങ്കിൽ, നമ്മുടെ കേരളത്തിൽ നീര എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഗവൺമെന്റ് ഇറക്കുന്നുണ്ട്. നീര കുടിച്ചവരുണ്ടാവും. നീര അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മദ്യാകും. അതിന് മുമ്പുള്ള ഘട്ടമാണ്. ആ നീര കുടിക്കുന്നതും മദ്യം കുടിക്കുന്നതും ഒരുപോലെ ആരും കാണാറില്ല, ഒരേ എഫക്റ്റുമല്ല. അതിന് സമാനമാണ് ഈ നബീദ് എന്ന് പറഞ്ഞാൽ. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ബല, ശരി. ഫഖറജ റജുൽ യസ്ആ ഫജാഅ ബിഖദഹിൻ ഫീഹി നബീദ്. അപ്പോൾ പിന്നെ ആ മനുഷ്യൻ പോവുകയും ഒരു പാത്രത്തിൽ മൺചട്ടിയിൽ കുറച്ച് നബീദുമായിട്ട് വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പോയി ചോദിച്ചു, അല്ല ഖമ്മർതഹു വലൗ തഅറുദു അലൈഹി ഉദൻ, ഒരു മരച്ചില്ല കൊണ്ടെങ്കിൽ നീ അത് മറച്ചു പിടിച്ചില്ലേ? ആ മനുഷ്യൻ അതെ എന്ന് പറഞ്ഞു. ഖാൽ ഫശരിബ, അപ്പോൾ റസൂലുള്ളാഹി കുടിച്ചു. എന്തിനാ മരച്ചില്ലോണ്ട് മറച്ചു പിടിച്ചില്ല എന്ന് പറയുന്നത്? ഈ നബീദിലേക്ക് തുടർച്ചയായി സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ആ നബീദിലേക്ക് ലഹരി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നബീദ് 3 ദിവസം കഴിഞ്ഞാൽ ലഹരി ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ നബീദിനെ എന്താക്കാം? ലഹരിയാക്കി വീഞ്ഞാക്കി മാറ്റാം.
വീഞ്ഞാകുന്നതിൻ്റെ, ലഹരിയാകുന്നതിൻ്റെ പിന്നെ ഘട്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ള 3 ദിവസത്തിൽ പഴക്കമുള്ള നബീദ് കുടിക്കാറില്ല എന്നാ. 3 ദിവസത്തിൽ പഴകിയ നബീദ് കുടിക്കില്ല. കാരണം എന്താ? ലഹരി ആരംഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് റസൂലുള്ള ചോദിക്കുന്ന, വെയിൽ തട്ടാതല്ല നീ കൊണ്ടുവന്നേന്നാ, ലഹരിൻ്റെ ഒരു മുള പോലും അതിൽ വരരുത് എന്ന് നിർബന്ധമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുടിക്കണമെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റിയുള്ള അവസ്ഥകൾ കൃത്യമായി അന്വേഷിച്ചിട്ട് റസൂലുള്ള നബീദ് കുടിക്കുക. അതാണ് നബി വിമർശകന്മാരിൽ ഒരു വിഭാഗം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം എന്ത് ചെയ്തു? മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിൻ്റെ പേരിൽ ഈ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. പടച്ചവനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഈമാനുള്ളവർ, അവർക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ലോകത്തിനോട് പറയണ്ടേ? നമ്മളെന്താ പറയുക, നമ്മളെ അളക്കുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അളക്കാൻ തുടങ്ങിയിരിക്കുക. നമ്മൾ അളക്കെങ്ങനെ? നമ്മൾ അളക്കുക. നമ്മളിൽ നല്ലവനാര് ചീത്തയാര് നമ്മളെങ്ങനെ തീരുമാനിക്കാം? ഞാൻ നല്ലവനാണോ ചീത്തയാണോ, നിങ്ങൾ നല്ലവനാണോ ചീത്തയാണോ എങ്ങനെ തീരുമാനിക്കാം? നമ്മൾ കുറേ നന്മ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ തിന്മ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറയണം, മാന്യമായി സംസാരിക്കണം, സ്നേഹത്തോടെയും കരുണയോടും ഇടപെടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ നല്ല മനുഷ്യൻ നമ്മൾ പറയും. അതുപോലെ തന്നെ ചീത്തയായ കാര്യങ്ങൾ, ആളുകളെ തെറി വിളിക്കുന്ന, ആളുകളോട് ക്രൂരമായി പെരുമാറുന്ന, ആളുകളെ ദ്രോഹിക്കുന്ന, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന, അസൂയയും വിദ്വേഷവും പകയും വർഗീയതയും കൊണ്ടു നടക്കുന്ന ഒരു കാറ്റഗറി ആളുകൾ, ഒരു കാറ്റഗറി സാധനങ്ങളുണ്ട്. അതിനെ നമ്മൾ ചീത്തയായ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയും. ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച നന്മ, നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ നന്മ, നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ തിന്മ, ഇത് പ്രവർത്തിക്കുമ്പോൾ, ഇതിൽ നന്മയുടെ ലിസ്റ്റിലുള്ളത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നല്ലവനായി, ചീത്തയുടെ ലിസ്റ്റിലുള്ള പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചീത്തയായി. ഇങ്ങനെയാണ് നമ്മൾ നമ്മളെപ്പറ്റി അളക്കുക. ഇതുപോലാണോ റസൂലുള്ളാഹിനെ അളക്കേണ്ടത്? ഇതുപോലാണോ റസൂലുള്ളാഹിനെ അളക്കേണ്ടത്? റസൂലുള്ള നല്ലവൻ എന്നല്ല നമ്മൾ പറയേണ്ടത്. അത് കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറവാണ്. റസൂലുള്ള എന്ത് ചെയ്തോ അതാണ് നന്മ, അല്ലാതെ നന്മ ചെയ്തവനല്ല റസൂല്. റസൂലുള്ള എന്ത് ചെയ്തോ അതാണ് നന്മ, റസൂലുള്ള എന്ത് വെറുത്തോ അതാണ് തിന്മ, അല്ലാതെ തിന്മ ചെയ്യാതിരുന്നവനാണ് ഞങ്ങളെ നബി എന്നല്ല പറയേണ്ടത്, എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാന്റെ റസൂലാണ് അതിന്റെ മാനദണ്ഡം. നന്മ എന്ത്, തിന്മ എന്ത്, സൽസ്വഭാവം എന്ത്, ദുസ്വഭാവം എന്ത്, അതിന്റെ മാനദണ്ഡം ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ ചെയ്തോ അത് മുഴുവൻ നന്മയാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടോ അത് മുഴുവൻ നന്മയാണ്. അതാണ് നന്മ തീരുമാനിക്കാനുള്ള നമ്മുടെ നിലപാട്, നമ്മുടെ യാഡ്സ്റ്റിക് അതാണ്, നമ്മുടെ അളവുകോൽ അതാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഇത് മാനവികത മുഴുവൻ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിൽ ഈമാനുള്ളവൻ, മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് ഈമാനുള്ളവൻ, അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവൻ, അവൻ മനസ്സിലാക്കേണ്ടത് എന്താ? എൻ്റെ റസൂൽ ചെയ്താൽ, എൻ്റെ നബി ചെയ്താൽ അതാണ് നന്മ. എൻ്റെ നബി വിട്ടു നിന്നാൽ, എൻ്റെ റസൂൽ ഉപേക്ഷിച്ചാൽ, എൻ്റെ നബി വെറുത്താൽ അതാണ് തിന്മ. നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള മാനദണ്ഡമാണ്, അളവുകോലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ കാണാൻ. നമ്മൾ കാണുന്ന ജീവിതത നമ്മുടെ നാട്ടിലെ സാമൂഹികാന്തരീക്ഷം തീരുമാനിച്ച ചില അളവുകോലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ റസൂലുള്ളാഹിനെ പോലും അളക്കാൻ പോണത്. ആ അളവുകോല് വെച്ച് അളന്നാൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും അതിൽ കുറച്ച് പ്രശ്നത്തിലായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞത് അത് വച്ചല്ല നമ്മൾ അളക്കേണ്ടത്. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ന്യായീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തികളെ നമ്മൾ ന്യായീകരിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ പറയാ, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹു തീർത്തു പറയാണ്, വഇന്നക നിശ്ചയമായിട്ടും താങ്കൾ, റസൂലുള്ളാഹിനെ പറ്റിയിട്ടാ, നിശ്ചയമായിട്ടും താങ്കൾ ലഅലാ ഖുലുഖിൻ അളീം,
അങ്ങേയറ്റത്തെ സൽസ്വഭാവത്തിന്റെ ആ ജീവിതത്തിന്റെ സൽസ്വഭാവത്തിന്റെ മേലാകുന്നു താങ്കൾ. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ മേലാകുന്നു. വിശുദ്ധ ഖുർആൻ പറയാം, അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, റസൂലുള്ളാഹിയെ പറ്റിയിട്ട് പറയാ, ഏറ്റവും നല്ല ജീവിതമുള്ള ആൾ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾ. അള്ളാഹിന്റെ റസൂൽ എന്ന് പറഞ്ഞെന്താ? ഇമാം ബുഖാരി പിന്നെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചത്, ഇമാം അഹമ്മദ്, ഇമാം ബൈഹഖി ഒക്കെ ഉദ്ധരിച്ചത് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തെ പറ്റി പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമിൽ അഖ്ലാഖ്. ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്, ബുഇസ്തു എന്ന ഞാൻ അയക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്നമാ ബുഇസ്തു, നിശ്ചയമായിട്ടും യാതൊന്നിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്താണത്? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. ലോകത്തിന് എന്താണ് സൽസ്വഭാവം എന്ന് പഠിപ്പിക്കാൻ, ലോകത്തിന് എന്താണ് ദുസ്വഭാവം എന്ന് വേർതിരിച്ചു കൊടുക്കാൻ, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹുവിന്റെ റസൂലാണ് സൽസ്വഭാവം, അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. കച്ചിഭേദ്യമന്നെ അവിടെ സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒരു വ്യത്യാസമില്ല. സകല വിശ്വാസിയുടെയും ഹൃദയത്തിൽ അവന്റെ മാനദണ്ഡം റസൂലുള്ളയാണ്. നന്മയെന്ത്? റസൂലുള്ള ചെയ്തു, റസൂലുള്ള അംഗീകരിച്ചു, റസൂലുള്ളയുടെ നടപടിക്രമം. തിന്മയെന്ത്? റസൂലുള്ള വെറുത്തു, റസൂലുള്ള മാറി നിന്നു. അതാണ് നമ്മുടെ മാനദണ്ഡം. അതല്ലാതെ നന്മയും തിന്മയും വേർതിരിക്കാൻ നമ്മൾ വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് ലോകത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ നന്മയാണ്, ആ സ്വഭാവം മുഴുവൻ നന്മയാണ്. ലോകത്തിന് നന്മയെ പഠിപ്പിക്കാൻ, സൽസ്വഭാവത്തെ പഠിപ്പിക്കാൻ കടന്നു വന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ സൊസൈറ്റിനെ. ഇന്ന് നബി വിമർശകന്മാർക്ക് മുഴുവൻ നമ്മളത് ചൊല്ലിക്കൊടുക്കണം. സകല നബി വിമർശനങ്ങളെയും നമ്മൾ എതിർക്കണം. നിങ്ങൾ ആലോചിക്കും, ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്നതാരാ? ഇന്ന് ലോകത്ത് പല നബി വിമർശകന്മാരുണ്ടല്ലോ. ആ നബി വിമർശകന്മാർ, അള്ളാഹുവിന്റെ റസൂലിനെ തെറി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന പല ആളുകളും അവരുടെ ഭാര്യമാരോട്, അവരോടൊപ്പം ജീവിച്ച ഇണകളോട് അവരെപ്പറ്റി ചോദിച്ചാൽ നന്മ പറയുന്ന ഇണകൾ അവർക്കില്ല. മനസ്സിലാക്കി? ഒരു മനുഷ്യന് അവനെപ്പറ്റി ആദ്യമായിട്ട് നല്ലത് എന്ന് പറയേണ്ടതാരാ? ഞാൻ നല്ലവനാകണമെങ്കിൽ എൻ്റെ ഭാര്യ എന്നെപ്പറ്റി നല്ലത് പറയണം. എൻ്റെ ഭാര്യ നല്ലവളാകണമെങ്കിൽ അവളെപ്പറ്റി എനിക്ക് നന്മയുള്ള സ്മരണയുണ്ടാകണം. എന്നോട് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ നന്മയുടെ ഓർമ്മകൾ ഉണ്ടാവുക, എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയെപ്പറ്റി തൃപ്തിപ്പെട്ട ഓർമ്മകൾ ഉണ്ടാവുക. അതാണ് ഒരു മനുഷ്യൻ നല്ലവനോ ചീത്തവനോ എന്ന് തീരുമാനിക്കുന്നത്. നോക്കൂ, ഹദീസുകളിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി ആയിഷ ബീവി ചോദിക്കപ്പെട്ടു എന്നാണ്. അള്ളാഹിന്റെ റസൂലിന്റെ സ്വഭാവത്തെ പറ്റി ആയിഷ ബീവിയോട് ചോദിച്ചു. ഫഖാലത്ത്, ആ സമയത്ത് അവർ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. യഅലബു ലിഗളബിഹി വയർല ലിർലാഹു, ഖുർആൻ തൃപ്തിപ്പെട്ടത് അദ്ദേഹം തൃപ്തിപ്പെട്ടു, ഖുർആൻ കോപിച്ചതിനോട് അദ്ദേഹവും കോപിച്ചു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതെന്ന്. ഖുർആനിൽ എന്തെല്ലാം സ്വൽസ്വഭാവങ്ങളുണ്ടോ അത് മുഴുവൻ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ടെന്നാണ് സ്വന്തം ഭാര്യ പറയുന്നത്. ഇനി ഇതിൽ പരം എന്താണ് ഒരു മനുഷ്യന് കിട്ടാനുള്ളത്? ഒരു മനുഷ്യനെ അടയാളപ്പെടുത്താൻ ഇതിലും വലിയ മാനദണ്ഡം എന്താണ്? സ്വന്തം ഭാര്യ പറയാണ്, അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഭാര്യയോട് ചോദിക്കാണ്, നിങ്ങളുടെ പ്രിയതമനെ പറ്റി, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഭാര്യയുടെ മറുപടി എന്താ? കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. ഖുർആൻ എന്തെല്ലാം നന്മ പറഞ്ഞോ, ഖുർആൻ എന്തെല്ലാം സൽസ്വഭാവങ്ങൾ പറഞ്ഞോ, ഖുർആൻ എന്തെല്ലാം മാന്യമായ ജീവിത നിലപാടുകൾ പറഞ്ഞോ, അത് മുഴുവൻ ആ ജീവിതത്തിലുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഖുർആന്റെ സദാചാര സങ്കല്പം? അത് നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നാത്തത്. വെറുതെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വെറുതെ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങളുടെ AI ആപ്പ് എടുക്കുക,
AI ടൂൾസ് ഉപയോഗിച്ചിട്ട് വിശുദ്ധ ഖുർആൻ വെറുതെ മലയാളത്തിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഗഹനമായി കിട്ടണമെങ്കിൽ വേറെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒരു ചെറിയ ബ്രീഫായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ വെറുതെ മലയാളത്തിൽ വിശുദ്ധ ഖുർആനിലെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച സൽ സ്വഭാവങ്ങൾ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കൂ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സൽ സ്വഭാവങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്നൊരു വോയിസ് അയച്ചു കൊടുക്കൂ. നിങ്ങൾക്ക് അവിടെ എഴുതും, നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കും എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി ഖുർആൻ സംസാരിച്ചു, ഏതെല്ലാം സൽ സ്വഭാവങ്ങൾ പഠിപ്പിച്ചു. അത്ഭുതപ്പെടും. അതായിരുന്നു എന്റെ ഭർത്താവ് എന്ന് ആയിഷ ബീവി പറയാണ്. ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് ആരാ ഇനി തരാനുള്ളത്? ഈ നാട്ടിലെ സെക്യുലറിസ്റ്റിന്റെ, ഈ നാട്ടിലെ ഈ എത്തിസ്റ്റിന്റെ ഒരു അവാർഡും ഒരു പരിഗണനയും നമുക്ക് വേണ്ട. മറിച്ച് അള്ളാന്റെ റസൂലിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുമ്പോൾ ആ റസൂലുള്ളാഹിയെ പറ്റിയിട്ട് പറയുന്ന രംഗം നമ്മൾ കാണണം. ഖുർആൻ പഠിപ്പിച്ച സകല സൽ സ്വഭാവത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്നു അള്ളാന്റെ റസൂൽ എന്നാണ്. അതാണ്. ഇനി രണ്ടാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭൃത്യനായ അള്ളാന്റെ റസൂലിന്റെ സെർവന്റായ അവിടേക്കാണല്ലോ നമ്മൾ പോകേണ്ടത്. നമ്മൾ സെർവന്റ് നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ നമ്മളിങ്ങനെ വിശിഷ്ടമായ സദസ്സുകളിൽ വിശിഷ്ടമായ അതിഥികൾ വരുമ്പോൾ അവരോട് ചിരിച്ചതോ അവരോട് സല്ലപിച്ചതോ വെച്ചിട്ടല്ല ഒരാളെ അളക്കേണ്ടത്. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. മറിച്ച് അയാളുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും അയാളോട് ചേർന്ന് നിന്ന മനുഷ്യന്മാർ അയാളെപ്പറ്റി എന്ത് പറയുന്നു. അല്ലാതെ ഇവിടെ മിമ്പറുമ്പ് കയറുമ്പോൾ നിങ്ങളും ഞാനും തമ്മിൽ കാണുമ്പോൾ പിന്നെ ചിരിക്കുന്നു, സല്ലപിക്കുന്നു, സംസാരിക്കുന്നു, ഞാനും മാന്യൻ നിങ്ങളും മാന്യൻ. അതല്ല വേണ്ടത്. മറിച്ച് എൻ്റെ ജീവിതത്തിൽ എന്നോട് എൻ്റെ സ്വകാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. എൻ്റെ ഭാര്യയെപ്പോലെ, എൻ്റെ മക്കളെ പോലെ, എൻ്റെ ഭൃത്യനെ പോലെ. അത്തരം ആളുകൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു, അവർക്ക് എന്നെപ്പറ്റി എന്താ പറയാനുള്ളത്? അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്നറിയോ? മിൻ അഹ്സനിൻ നാസി ഖുലുഖ, ജനങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. ജനങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ച വൃദ്ധനായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം. അള്ളാഹിന്റെ റസൂലിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ? ഒരിക്കപ്പോലും ഛേ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. നിങ്ങൾ നോക്കണേ, 10 വർഷം വൃദ്ധനായി സേവിച്ച ആള് പറയാ, ഒരിക്കപ്പോലും ഛേ എന്നൊരു വാക്ക് എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല എന്നാണ്. ഇങ്ങനെ ഒരു ജീവിതം എവിടെയാണ് കാണുക? ലോകത്ത് മഹാത്മാക്കൾ എന്ന് എഴുതപ്പെട്ട ആളുകൾ, അവരുടെ ചരിത്രം എടുക്ക്. കസ്തൂർബയുടെ ദുഃഖങ്ങളിൽ ഒരു ഗാന്ധി വേറെയുണ്ട്. നമ്മൾ വലിയ മഹത്തുക്കളായി കരുതുന്ന ആളുകളെ പറ്റി നമ്മൾ വേറെ സൈഡിൽ പഠിക്കണം. കസ്തൂർബയുടെ ദുഃഖങ്ങളിൽ ഒരു ഗാന്ധിയുണ്ട്. നിങ്ങൾ അങ്ങനെ എടുത്തു നോക്കിക്കോ. ഓരോ ഡാർക്ക് ഷെയ്ഡുകൾ ചെറുതായെങ്കിലും നമ്മുടെ റോൾ മോഡൽസുകളായി അവതരിപ്പിക്കപ്പെടുന്ന ആളുകൾക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരാൾ, അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ഏതെങ്കിലും ഒരാൾ റസൂലുള്ളാഹിയെ പറ്റി ഒരു ഡാർക്ക് ഷെയ്ഡുള്ള കഥ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണല്ലോ മഹാത്മാക്കളെ തീരുമാനിക്കേണ്ടത്. ഇവിടെ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ആധുനിക കാലഘട്ടത്തിന്റെ കൾച്ചറിൽ അതാണ് ഏറ്റവും അവസാന വാക്ക് എന്ന് വിചാരിക്കുന്ന ചില വിഡ്ഢികൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില വിഡ്ഢികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹിയെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ഇരുണ്ട ജീവിത രംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കണം. എന്താ? ഇതുപോലെ പച്ച കള്ളം റസൂലുള്ളാഹിയുടെ പേരിൽ ആരോപിച്ചിട്ട് റസൂലുള്ളാഹിയെ പറ്റി അവമതിപ്പുണ്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാം. നമ്മൾ മനസ്സിലാക്കിക്കോ, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ടവരാണ് നമ്മൾ, ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളെ ചോദ്യം ചെയ്യേണ്ടവരാണ് നമ്മൾ. ആ 2 കാര്യവും നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക. അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിരോധിക്കുന്നവരാവുക. ഈമാന്റെ
ഏറ്റവും വലിയ അടയാളമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് പ്രവേശിക്കണോ? അള്ളാന്റെ ഹബീബിനെ ചീത്ത വിളിക്കുന്നവരെ പ്രതിരോധിക്കാൻ, അവർ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളെ പ്രതിരോധിക്കാൻ, നബി വിമർശനങ്ങൾക്ക് പ്രതിരോധിക്കാനും മറുപടി പറയാനുമുള്ള ഒരു തലം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇറങ്ങുക. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലെ പരമപ്രധാനമായ ഒന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ആരാണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് സൊസൈറ്റിക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖിയാമത്ത് നാളെ വരെയുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള മാതൃകയാണ്. ആ ജീവിതത്തെ പരമാവധി പിന്തുടരുന്നവർക്ക് മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ വിജയമുള്ളത് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സകല നന്മകളുടെയും ഉറവിടമായിട്ട് മാറുന്നത്? രണ്ട് കാരണങ്ങളാണ് വിശുദ്ധ ഖുർആൻ അതിന് പറഞ്ഞു തന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലാണ് അവസാനത്തെ പ്രവാചകൻ. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളുടെ ഒരാളുടെയും പിതാവല്ല മുഹമ്മദ്. വലാകിൻ റസൂലല്ലാഹ്, മറിച്ച് അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലാണ്. വഖാതമൻ നബിയീൻ, അദ്ദേഹം നബിമാരിലെ അവസാനത്തെ ആളുമാണ്. വിശുദ്ധ ഖുർആൻ പറയാം ഖാതമൻ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാതമൻ നബി എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന് സീല് വെക്കപ്പെട്ടു. ഇനി ഒരു പ്രവാചകൻ വേറെ വരാനില്ല. അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള മാനവികതയ്ക്ക് സൽസ്വഭാവത്തെ പറ്റിയിട്ട് എവിടെന്നെങ്കിലും ഒരു റെഫറൻസ് വേണോ? സൽസ്വഭാവത്തെ പറ്റി പഠിക്കാൻ അവർക്ക് ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ? മാതൃകയാക്കേണ്ടതുണ്ടോ? അതാ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണമായത്? ഒന്ന്, അവസാനത്തെ പ്രവാചകനാണ്. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് ആകമാനം മനുഷ്യർക്കും വേണ്ടി അയക്കപ്പെട്ട പ്രവാചകൻ. അതിനു മുമ്പ് അയക്കപ്പെട്ട പ്രവാചകന്മാർ എവിടേക്കാണ്? ഓരോ സമുദായങ്ങളിലേക്കായിരുന്നു. ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകന്മാർ, അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള സമൂഹങ്ങളിലേക്ക് പോയിട്ടുള്ള പ്രവാചകന്മാർ, ഈജിപ്ഷ്യൻ സൊസൈറ്റിയിലേക്ക് പോയിട്ടുള്ള പ്രവാചകന്മാർ, അതുപോലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ള പ്രവാചകന്മാരെയൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ എന്താ? അത് ലോകത്തിന് മുഴുവൻ പ്രവാചകനായിട്ട് വന്നിട്ടുള്ളതാണ്. ഖുൽ, പ്രവാചകരെ പറയ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, മാനവ സമൂഹത്തിന് പറഞ്ഞു കൊടുക്ക്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്ക് മുഴുവനുള്ള നബിയാണ് ഞാൻ, റസൂലാണ് ഞാൻ എന്ന് പറഞ്ഞു കൊടുക്ക്. വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസി ബശീറൻ വനദീറ, താങ്കളെ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമുള്ള താക്കീത് കാരണം സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എല്ലാ കാലഘട്ടത്തിനും അനുസരിച്ച്, ഓരോ ജനവിഭാഗത്തിനും അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്വീകരിച്ച് അവർ മുന്നോട്ട് പോകണം.
അതാണ് റസൂലുള്ളയാണ് ലോകത്തിന് മുഴുവൻ ഗൈഡൻസ് നൽകേണ്ട വെളിച്ചമായിട്ടുള്ള വ്യക്തിത്വം. അല്ലാഹുവിന്റെ റസൂലാണ്. ആ ജീവിതത്തെയാണ് പകർത്തപ്പെടേണ്ടത്, ആ ജീവിതത്തെയാണ് അനുധാവനം ചെയ്യപ്പെടേണ്ടത്, അനുകരിക്കപ്പെടേണ്ടത്. വേറെ ഒരു ജീവിതവും ഇല്ല, ലോകത്തൊരു ജീവിതവും ഇല്ല. സഹാബികളെ നമ്മൾ പറയും, എന്തുകൊണ്ടാ സഹാബികളുടെ ജീവിതം നമുക്ക് പിന്നെ അനുകരിക്കാനും പിന്തുടരാനും സാധിക്കുന്ന ഒന്നായി മാറിയത്? എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിനെ അവർ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പറ്റി നമ്മൾ പറയാലോ. ഉമർ റളിയല്ലാഹുവിൽ നമുക്ക് എവിടെയാണ് മാതൃകയുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹത്തായ സ്വഭാവ സവിശേഷതയുടെ ഈമാനിന്റെ പ്രതീകാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരു വഴിയിലൂടെ നടന്നു വന്നാൽ മറുവഴിയിലൂടെ ശൈത്താൻ വരികയാണെങ്കിൽ ശൈത്താൻ വഴി മാറി നടക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ് ഉമർ റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ പിന്നെ ദൃഢത, കണിഷ്ഠത, ഇസ്ലാമും ഈമാനുമായി അദ്ദേഹം കൊണ്ടു നടന്ന കൃത്യതയിൽ ശൈത്താന് പോലും പേടിയാണെന്ന അങ്ങനത്തെ മനുഷ്യനെന്ന ആ മനുഷ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ രണ്ട് ഭാഗമായിട്ട് പകർത്തേണ്ടി വരും. ഒന്ന് നമുക്ക് ഇത്തിബാഅ് ചെയ്യാനുള്ള ഭാഗം, മറ്റൊന്ന് ഇത്തിബാഅ് ചെയ്യാൻ പാടില്ലാത്ത ഭാഗം. ആരെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒന്ന് നമുക്ക് പിന്തുടരാൻ, അനുകരിക്കാൻ, പിൻപറ്റാൻ പറ്റുന്ന ജീവിതം, മറ്റൊന്ന് പിൻപറ്റാൻ പാടില്ലാത്ത, തള്ളിക്കളയേണ്ട ജീവിതം. ആരുടെ ജീവിതത്തിൽ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ. എവിടെ നിന്നാണ് അത് രണ്ടാകുന്നത്? ഒന്ന്, അദ്ദേഹം നബിയിൽ വിശ്വസിക്കുകയും നബിയെ അംഗീകരിക്കുകയും ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം ഒന്ന് വേറെ, അംഗീകരിക്കാത്ത ജീവിതം ഒന്ന് വേറെ. നമുക്ക് സ്വീകാര്യമായ ജീവിതം ഏതാ? എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ഇത്തിബാഅ് ചെയ്തത്? അന്ന് മുതലുള്ള ജീവിതം. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് മാതൃകായോഗ്യമാകുന്നത്? റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്തു എന്നതുകൊണ്ട്. ഇത്തിബാഅ് ചെയ്തിട്ടില്ലെങ്കിലോ ആ ജീവിതം മാതൃകയല്ല. ഇത്തിബാഅ് ചെയ്യാത്ത കാലത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതം നമ്മൾ സ്വീകരിക്കാറില്ല. ഇത്തിബാഅ് ചെയ്യാത്ത കാലത്താണ് ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. എത്രത്തോളം സ്വഹീഹാണെന്ന് പിന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ആ നിവേദനത്തിലുണ്ട്. സ്വന്തം മകളെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഉമർ എന്നാണ് അറിയപ്പെട്ടത്. അത് സ്വഹീഹല്ല എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ പേരിൽ പിന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട കാര്യമാണ്. സ്വന്തം മകളെ പിന്നെ പെൺകുട്ടിയായി എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ജീവനോടെ കുഴികുത്തി അതിലിട്ട് മൂടി കൊന്നുകളഞ്ഞ ഉമറിനെ കാണാൻ ഇവിടെയാണ്. റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യാത്ത ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, റസൂലുള്ളാഹിയെ ഇത്തിബാഅ് ചെയ്യാത്ത കാലഘട്ടം. റസൂലുള്ളാഹിയെ ഇത്തിബാഅ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? അദ്ദേഹം കരയുകയാണ് രാത്രിയിൽ. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്ന് ദാഹിച്ച് ചത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഉമറിനെ അല്ലാഹ് ചോദ്യം ചെയ്യുമല്ലോ എന്ന് സ്വയം ആലോചിച്ചിട്ട് കരയുന്ന ഉമറിനെ കണ്ടതെപ്പോഴാണ്? റസൂലുള്ളാഹിയെ ഇത്തിബാഅ് ചെയ്തതിന് ശേഷം. അതാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അതിങ്ങനെ നിൽക്കാണ്, അതിന് ചുറ്റുമാണ് തിളങ്ങുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായത്. ആ റസൂലുള്ളാഹിയെ പറ്റി നമ്മുടെ ഈ കേരളത്തിൽ പോലും ശക്തമായ നബി വിമർശനങ്ങൾ നടക്കുകയാണ്. അതിനെതിരെ നമ്മൾ സജ്ജമാകണം, അതിനെതിരെ പഠിക്കണം. ഈ ആളുകൾ ഉന്നയിക്കുന്ന ദുരാരോപണങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് പ്രതിരോധിക്കണം. ഈമാനിന്റെ ഭാഗമായി റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, ഈമാനിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് വിശ്വാസികളെ, അതിന് നമ്മൾ തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു തആല ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളെ കൃത്യമായി ചെറുക്കാനും അദ്ദേഹത്തിന്റെ സുതാര്യമായ പ്രകാശപൂരിതമായ ജീവിതത്തെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേരളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അബദ്ധത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടൊരു മനുഷ്യൻ റസൂലുള്ളാഹിയെ മോശമായി കാണുകയോ വെറുക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് മുഴുവൻ തിരുത്തുവാനും അത് മുഴുവൻ പരിഷ്കരിക്കുവാനും അവിടെ എല്ലാം സത്യമെത്തിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനെതിരെയുള്ള അതിശക്തമായ നീചമായ വിമർശനങ്ങൾ സൊസൈറ്റിയിൽ കള്ളക്കഥകൾ പോലും പടച്ചുവിടുന്ന ഈ സമയത്ത് ഇതിനെതിരെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു ഈ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അങ്ങേയറ്റം നബിയെ സ്നേഹിക്കാനും നബിയേക്കാൾ വലുതായി ഒരു മനുഷ്യനുമില്ലാത്ത വിധത്തിൽ അവിടത്തെ അങ്ങേയറ്റം സ്നേഹിക്കാനും പിന്തുടരാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിയേക്കാൾ
സ്നേഹവും താല്പര്യവും സ്വന്തം മക്കളോട് പോലും തോന്നാത്ത വിധത്തിൽ അങ്ങേയറ്റം വലിയ സ്നേഹത്തിൻ്റെ ഉടമയാക്കിയിട്ട് റസൂലുള്ളാഹിയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിന് ചാണിന് ചാണായി മുഴച്ചിന് മുഴമായി ഇത്തിബാ ചെയ്യാൻ പിൻപറ്റാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിശുദ്ധമായ വിശിഷ്ടമായ സ്വഭാവത്തെ പരമാവധി ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചെടുക്കുന്ന സൗഭാഗ്യന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.